പൂർണ്ണമായി അവഗണിക്കുന്ന ഒരു ബജറ്റാണ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്നത്. 7 ഹൈസ്പീഡ് റെയിൽവേ കോറിഡോറാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ പട്ടിക എടുക്കുമ്പോൾ എത്രയോ കാലമായിട്ട് ഒരു അർദ്ധവേഗ കോറിഡോറിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഹൈസ്പീഡ് കോറിഡോറിന് വേണ്ടി വാദിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇത് സംബന്ധിച്ചുള്ള പദ്ധതികളുമായി കേരളം മുമ്പോട്ട് പോയപ്പോൾ അതിന് വിഘാതം സൃഷ്ടിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. അതിനിടയിൽ ശ്രീ ഇ ശ്രീധരൻ പ്രത്യക്ഷപ്പെട്ട് ഒരു ഹൈസ്പീഡ് കോറിഡോറിന് ഗവൺമെന്റ് അനുമതി നൽകിയെന്ന് പറഞ്ഞ് വലിയ വീരവാദങ്ങൾ മുഴക്കിയുണ്ടായി. എന്നാൽ ഇക്കാര്യങ്ങളെക്കുറിച്ചൊന്നും ധനമന്ത്രി കമാന്തരക്ഷരം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, 7 കോറിഡോറുകളിൽ ഏറ്റവും കൂടുതൽ അതിവേഗ തീവണ്ടിപ്പാതയ്ക്ക് യോഗ്യതയുള്ള കേരളത്തെ പൂർണ്ണമായും വിട്ടുകളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ദൗർഭാഗ്യകരമായ കാര്യം. ഈ ബജറ്റിനോടൊപ്പം അവതരിപ്പിച്ചിരിക്കുന്ന ഫിനാൻസ് കമ്മീഷന്റെ 16ാം ഫിനാൻസ് കമ്മീഷന്റെ റിപ്പോർട്ടും വളരെയധികം നിരാശാജനകമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ എല്ലാ സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും ആവശ്യപ്പെട്ടു ഈ പറയുന്ന സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതത്തിന്റെ ശതമാനം 41-ൽ നിന്ന് 50% ആക്കണം. അതായത് 75% ചെലവുകൾ വഹിക്കുന്ന സംസ്ഥാനങ്ങളാണ്. പക്ഷേ ആ 41 എന്നുള്ളത് 41 തന്നെ ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു കാര്യം, 6 ലക്ഷം 7 ലക്ഷം കോടിയോളം ഡ്യൂട്ടിയും സർചാർജുമായിട്ട് പിരിച്ചെടുത്ത് യഥാർത്ഥത്തിൽ ധനകാര്യ കമ്മീഷന്റെ ഈ വിഭജനത്തെ തന്നെ അസ്ഥിരപ്പെടുത്തുന്ന, അതല്ലെങ്കിൽ അതിനെ ദുർബലപ്പെടുത്തുന്ന സമീപനം അവസാനിപ്പിക്കണമെന്നുള്ള ഒരാവശ്യമുണ്ടായിരുന്നു. ഇത് വിതരണം ചെയ്യുന്ന വിഭവത്തിലേക്ക് മേർജ് ചെയ്യണമെന്നുള്ള ആ ആവശ്യവും നിരാകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നാളികേരത്തെക്കുറിച്ച്, തേങ്ങയെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പണ്ട് റബ്ബർ ബോർഡ് ഉണ്ടാക്കിയിട്ട് കേരളത്തിന്റെ റബ്ബർ കൃഷി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ നാളികേരം കൊണ്ട്, ഈ തേങ്ങ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയില്ല. മാത്രമല്ല, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 22 AMS, 2 AMS കിട്ടിയിട്ടുള്ള സംസ്ഥാനങ്ങൾ പോലുമുണ്ട്. എത്രയോ കാലമായിട്ട് പാർലമെന്റിന്റെ തലത്തിൽ പോലും ആരോഗ്യമന്ത്രി എത്രയോ തവണ ഉടനെ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ അത് സംബന്ധിച്ച് നിശബ്ദതയാണ്. ഇപ്പോൾ ആയുർവേദത്തെക്കുറിച്ച് 3 ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിലും കേരളത്തിന്റെ പേര് ഇതുവരെ പരാമർശിച്ചിട്ടില്ല. അതും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഉൾനാടൻ ജലപാതയെക്കുറിച്ച് വലിയ വീരവാദങ്ങൾ മുഴക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഉൾനാടൻ ജലപാതയുള്ള കേരളത്തിന്റെ പേര് പരാമർശിച്ചിട്ടേയില്ല. അത് ഒറീസയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഉൾനാടൻ ഗതാഗതവുമായി ബന്ധപ്പെട്ട ഷിപ്പ് റിപ്പയറിന്റെ കാര്യം യഥാർത്ഥത്തിൽ കേരളത്തിലാണ് കൊടുക്കേണ്ടത് എന്ന് ഏറ്റവും കൂടുതൽ ഉൾനാടൻ ഗതാഗതമുള്ളൊരു സംസ്ഥാനമാണ്. പക്ഷെ അത് വാരണാസിയിലും പറ്റ്നയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ആകെയുള്ളത് റെയർ എർത്ത് കോറിഡോറിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ മിനറൽ റിച്ച്നെസ് ഉള്ള ഒരു സംസ്ഥാനമായതുകൊണ്ട് തന്നെ അവിടെ ചവറവിൽ ഉൾപ്പെടെയുള്ള നമ്മുടെ KML ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തെ പരാമർശിക്കാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം പരാമർശിച്ചിരിക്കുന്നു. പൊതുവെ നോക്കുകയാണെങ്കിൽ വളരെ നിരാശാജനകമായിട്ടുള്ള ബജറ്റാണ്. പൊതുവെയുള്ള സമ്പദ്ഘടന മുൻകാലങ്ങളിൽ വലിയ ആവേശത്തോടെ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എന്തായി? ഏതെങ്കിലും തരത്തിൽ തൊഴിൽ സൃഷ്ടിച്ചോ? അതേക്കുറിച്ചൊന്നും യാതൊരു പരാമർശവുമില്ല. ഡോളറിനെതിരെ രൂപയുടെ വില കൂപ്പുകുത്തുന്നതിനെക്കുറിച്ച് ഒരു വാക്കും പറഞ്ഞിട്ടില്ല. ടാക്സ് ടെററിസത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു വേളയാണ്. മനസ്സിലാക്കണം, കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംരംഭകൻ സ്വയം ജീവിതം അപഹരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഇതിനെ കൂട്ടി വായിക്കണം. പൊതുവെ കേരളത്തിന്റെ ഒരാവശ്യത്തോടും അനുഭാവപൂർവമായ ഒരു പരിഗണനയും നൽകാത്ത ഒരു ബജറ്റാണ്. നമ്മളൊക്കെ വിചാരിച്ചു കേരളം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നുകൊണ്ട് കണ്ണിൽ പൊടിയിടാനെങ്കിലും എന്തെങ്കിലുമൊക്കെ തരുമെന്നുള്ളത്. 29 സുപ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ ധനമന്ത്രി ഇവിടെ വന്ന് നിർമ്മലാ സീതാരാമനെ കാണുകയും സമഗ്രമായ ചർച്ചകൾ നടത്തുകയും വിശദമായിട്ടുള്ള നിവേദനങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ മാക്രോ തലത്തിലോ മൈക്രോ തലത്തിലോ ഒരു തരത്തിലുള്ള പരിഗണനയും കേരളത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. കേരളത്തെ പൂർണ്ണമായും തഴഞ്ഞതിൽ വലിയ നിരാശയാണ് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് MPയും പങ്കുവയ്ക്കുന്നത്. അത് തന്നെയാണ് പ്രധാന കാരണം. ഒരു ബജറ്റ് അവതരണത്തിൽ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന
സാഗൂതം ഉറ്റുനോക്കിയിരുന്നു കേരളം. എന്തായാലും കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് പ്രത്യേക പദ്ധതികൾ ഒന്നും പ്രഖ്യാപിക്കാതോടെ മൊത്തം എല്ലാവർക്കും വലിയ നിരാശയാണ് നിലവിലുണ്ടായിരിക്കുന്നത്.